കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേർഡ് ഷാർപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്കായി വീണ്ടും നമുക്ക് യെരമ്യാ പ്രവചനം 29:11 വായിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ളൂ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നലെ അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഈ വചനവുമായിട്ട് നോക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് കനാനിലേക്കുള്ള യാത്രയെപ്പറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സ്വന്തം വഴിയിലല്ല അവർ നടന്നത്. അവരെ വിളിച്ചത് ദൈവമാണ്. അവരുടെ കഷ്ടതകൾ കണ്ട് അവരുടെ ഭാരങ്ങൾ കണ്ട് അവരെ അന്യദേശത്ത് പരദേശികളായി പാർക്കുന്നിടത്തു നിന്ന് അവരെ വിളിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് യാത്രയാകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മോശം മൂലം നയിക്കപ്പെട്ട ജനത്തിന് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു. വാസ്തവത്തിൽ ഒറ്റുകാർ 40 ദിവസം കൊണ്ട് കനാൻ ഒറ്റുനോക്കിയിട്ട് വന്നു. ആ 40 ദിവസത്തെ വഴിയാത്ര പിന്നെ 40 വർഷം ദൈവം മരുഭൂമിയിലൂടെ നടത്തിയായിട്ട് കാണുവാൻ സാധിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ അവധിയിൽ പൂർത്തീകരണമായി തീരണമെങ്കിൽ അത്രയും സമയം വേണമായിരുന്നു. നാം പലപ്പോഴും ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്നത്. ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട് ദൈവ ആലോചന പ്രകാരം നടക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇവിടെ ഇസ്രായേൽ മക്കൾ പലതിലും പിറുപിറുക്കുവാനും പലതിലും കുറ്റം പറയുവാനും ഇടയായിത്തീർന്നത് കൊണ്ട് അവർക്ക് കുറച്ച് നാളുകൾ ദൈർഘ്യം വർദ്ധിച്ചു. അവരുടെ വാഗ്ദത്ത കനാനിൽ എത്തുവാനുള്ള ദൈർഘ്യം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, 20 വയസ്സിന് മുകളിലോട്ട് യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി ആരും കനാലിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നില്ല. ദുശാഠ്യമുള്ള ജനമെന്നാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൽ അവിശ്വസിച്ചതുകൊണ്ട് അവർക്ക് വാഗ്ദത്തത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നില്ല. എന്നാൽ നമ്മളിലുള്ള വാഗ്ദത്തം അത് നിറവേറണമെങ്കിൽ പൂർണ്ണമായും നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള യാത്രയിൽ ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ടു. പക്ഷേ ചെങ്കടലിൽ മുക്കിക്കൊല്ലാനല്ലല്ലോ ദൈവം വിളിച്ചത്. ദൈവം വിളിച്ചത് കനാനിൽ കൊണ്ടു ചെല്ലുവാനാണ്. ദൈവം വിശ്വസ്തനാകിയാൽ അവർക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ ഉണങ്ങി നിലമാക്കി അതിൻ്റെ മധ്യത്തിൽ കൂടി അവരെ അക്കരെ കടത്തുകയും അവരുടെ ശത്രുവിനെ അതേ ചെങ്കടലിൽ ദൈവം ഇല്ലാതാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കൃപ തരുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാൽ നമ്മൾ അതിനെപ്പറ്റി പറയിടാകേണ്ട ആവശ്യമില്ല. നാം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മധ്യേ വഴിയൊരുക്കുവാൻ, പദ്ധതി ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹമായ ഒരു തുറമുഖത്തെത്തിക്കുവാൻ, അക്കരെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. 37 സംഘത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തരാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവൻ നമ്മെ
എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ കർത്താവാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ വഴിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴിയെ യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, അതിനെ നിരപ്പാക്കി ഞങ്ങൾ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം മതിയായ കർത്താവാകിയാൽ പൂർണ്ണമായി അങ്ങയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തോടെ പ്രാർത്ഥന എടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.